നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് ജീവന്റെ ശബ്ദം തന്നെയാ. മോള് എന്താ മോളി പറയുന്നത്? മരിച്ചുപോയ ഒരാളുടെ ശബ്ദം നീ എങ്ങനെയാ കേൾക്കുന്നത്? ഈ കറണ്ടിന്റെ കളി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഇതാ പയ്യന് കൊടുത്തേക്കാം. നിങ്ങൾ പോയില്ലല്ലോ. ഇല്ല, ജീവന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. എന്തൊക്കെയോ ഓർമ്മകൾ വരുന്നുണ്ടല്ലോ. പക്ഷേ അത് കൃത്യമാവുന്നില്ല. മോളെ ആദ്യ ഇരട്ടില് പേടിച്ചും തോന്നുന്നു. ഒന്നും കൂടി ചെന്നേ ചില ചെല്ല്. അമ്മ അവരുടെ മുഖം കാണാൻ പറ്റിയില്ല. അതിനെന്താ, ഇനിയും കാണാലോ. കുടിക്ക. അമ്മ, ഞാനിന്ന് അമ്മയുടെ കൂടെ ഇവിടെ നിന്നോട്ടെ. പ്ലീസ് അമ്മേ, ഞാനിന്ന് തിരിച്ചു പോകുന്നില്ല. എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ. ഹലോ, എമർജൻസി ആണോ സാർ? എങ്കിൽ ഞാനിപ്പോൾ തന്നെ വരാം. ശരി. സോറി അമ്മേ, സാറിന് എന്നെ അർജന്റായിട്ട് കാണണമെന്ന്. പോയില്ലെങ്കിൽ ശരിയാവില്ല. ഞാനേ പോയിട്ട് നാളെ വരാം. ശരി മോനെ. ശരി. നിന്നോട് സംസാരിച്ച് ഏട്ടന്റെ കൊതി തീർന്നില്ല മോളെ. ഏട്ടൻ പോയിട്ട് നാളെ വരാം. ശരി അമ്മേ.
കണ്ടോ അമ്മേ? കറണ്ടിൽ കളിക്കുന്ന കളി കണ്ടോ? അയാളെ കുറിച്ചാ അമ്മ നേരത്തെ നല്ല അഭിപ്രായം പറഞ്ഞത്. വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓഫ് ചെയ്തിടും. വന്നയാള് പോയോ? ആ പയ്യൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അർജന്റായിട്ടൊരു കോള് വന്നു. അപ്പൊ അവൻ ഇറങ്ങി. അമ്മ അവിടെ നിന്നേ. അത് ജീവന്റെ ശബ്ദം പോലെയില്ലേ? അത് ജീവന്റെ ശബ്ദം തന്നെയാ. മോള് എന്താ മോളി പറയുന്നത്? മരിച്ചുപോയ ഒരാളുടെ ശബ്ദം നീ എങ്ങനെയാ കേൾക്കുന്നത്? ഇതാ നിത്യേച്ചിയുടെ കുഴപ്പം. ഇപ്പൊ എപ്പോ നോക്കിയാലും ഏട്ടനെ കാണുന്നു, ഏട്ടന്റെ ശബ്ദം കേൾക്കുന്നു എന്നൊക്കെയല്ലേ പറയാറ്. കണ്ടത് കള്ളല്ല, കേട്ട ശബ്ദം അതെ. என்னம்மா இது? அம்மாவுக்கு டென்ஷன் கொடுக்காதுங்க. இங்க வந்த ஆளு ஜீவனா இருந்தா இப்ப நம்மளெல்லாம் என்ன பண்ணிருக்கோம்? அம்மா, நம்ம வீட்டுக்குள்ள நம்ம முன்னாடி அவர் எப்படி வரும்மா? அம்மா, நீங்க ஒரு காரியம் பண்ணுங்க. அந்த பையன் இல்லையா, அவரை ஒரு வாட்டி கூப்பிட்டு நித்யா மேடத்தோட பேச சொல்லுங்க. அந்த சவுண்டோட கன்ஃபியூஷன் போகட்டும். ഞാൻ വിളിക്കാം. ஆமா, அப்படிதான். നിത്യേച്ചിങ് വന്നേ, നമുക്ക് ആദ്യയുടെ മുറി ചെന്നിരിക്കാം. വാ. கடவுளே, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.